ഇതാ നമുക്കേ കുറച്ച് എന്താണ് ചമ്മന്തി പൊടി ഉണ്ടാക്കാമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, വെളുത്തുള്ളി ഒരല്ലിങ്ങനെ ഇട്ടാൽ മതി. ഞാൻ ഇത്ര തേങ്ങ എടുത്തിട്ടുള്ളൂ, ഒരു അര മുറി തേങ്ങ, ഒരു ചെറിയ തേങ്ങ കേട്ടോ, അതുകൊണ്ട് ഒരു 3/4 മുറിയോളം തേങ്ങയുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതാ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, വെളുത്തുള്ളി ഇച്ചിരിയുള്ള ഇഞ്ചി പിന്നെ കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞതാണ്. അപ്പോൾ എണ്ണ ചൂടാവാൻ വലിയ താമസം വരുന്നില്ല, കാരണം നമ്മൾ ചട്ടി നല്ല ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കതാ ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ഇഞ്ചിയൊന്നും മൂക്കാതെ കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും ചമ്മന്തിപ്പൊടി. അപ്പം എന്താ ഇത് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ രാവിലെ ചോറ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ചമ്മന്തി അരയ്ക്കുന്നതിനേക്കാളും ഇത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊതിച്ചോറിനൊക്കെ മതിയാവും. അപ്പോൾ ചിലരാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം അത് കുറച്ചും കൂടെ നാളിരിക്കാൻ വേണ്ടി, ഇതിപ്പം ഒരാഴ്ചത്തോളം ഇരിക്കത്തേ ഉള്ളൂ. ഒരാഴ്ച നിൽക്കത്തില്ല, ഇത് ഒരു 3-4 ദിവസത്തേക്കുള്ളതേ ഉള്ളൂ. അപ്പോൾ തോനെ വേണ്ടവർക്ക് അപ്പോൾ അതിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. ചമ്മന്തിപ്പൊടി എൻ്റെ ഒരു നൊസ്റ്റാൾജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കൊടുത്ത് വിടാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണല്ലോ നമ്മുടെ അച്ചാർ, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി. അപ്പോൾ അതിൽ മെയിനായിട്ട് അമ്മ കൊടുത്തുവിടുന്നൊരു സംഗതിയാണിത്. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ ചെറിയൊരു മണം വരും. നമുക്ക് ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ അറിയാമല്ലോ, ഇഞ്ചി മൂക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ആ മണം വരണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഇപ്പോൾ ഒരു എന്താണ് വെറ്റ്നസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ മുളക് പൊടിയും മറ്റുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ. നമ്മുടെ തേങ്ങ നോക്കി ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചട്ടി ആയതുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നല്ല അങ്ങ് ബ്രൗൺ ആവും. കരിഞ്ഞു പോകാതെ ഇളക്കി പോകണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചട്ടിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 5-6 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇളക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള പൊടികളും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് അതിനൊരു ലേശം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലേശം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ വറുത്തതിനകത്ത് നമ്മൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു ലേശം കായപ്പൊടി, പിന്നെ നോക്കി നമ്മുടെ കുരുമുളക് പൊടിയുടെ ബോക്സിന് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇടുക കേട്ടോ. ഇനി നമുക്കിതിനകത്ത് ഉപ്പും പുളിയും കൂടെ ചേർക്കണം. അത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത്, ഈ ചൂടാറി അരയ്ക്കാൻ എടുക്കുന്ന സമയത്ത് ചേർത്താൽ മതിയാവും. അപ്പോൾ അത് അരച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിന് പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ കാണണേ.